അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ സൈഡിലുള്ള വേറൊരു ഭാഗം, ആ പുറകിലേക്കുള്ള ആ ഭാഗത്താണ് എനിക്കൊരു തെറ്റ് പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ആ പറഞ്ഞ ഭാഗത്ത് പോയി കുഴിച്ചപ്പോൾ ആദ്യം ഒരു വാച്ച് കിട്ടി. അപ്പം അത് മാത്യുവിൻ്റെ വാച്ചാകുമ്പോൾ ഒരു മനുഷ്യൻ്റെതായിരിക്കും അവിടെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയിൽ അവർ പിന്നെ വളരെ ശ്രദ്ധയോടെ അവിടെ കുഴിച്ചെടുത്തപ്പോൾ 32 എല്ലിൻ കഷ്ണങ്ങൾ കിട്ടി. അപ്പോൾ അത് നേരെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. എന്നിട്ട് മകളുടെ DNA പരിശോധിച്ച് ഉറപ്പ് വരുത്തിയപ്പോൾ അത് മാത്യുവിൻ്റെ മൃതശരീരം കുഴിച്ചിട്ട സ്ഥലമാണ് എന്ന് കണ്ടെത്തി. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു അച്ഛനെ കൊന്ന ആൾക്കാരോട് അവർക്ക് ശത്രുതയാണ് സ്വാഭാവികമായിട്ടും തന്നെ. പക്ഷേ ആ അച്ഛനാണ് ഇതിലേക്ക് എത്തിച്ചത്. അനീഷ് അവരുടെ വീട് പണയം വെച്ചായിരുന്നു അന്ന് കാശ് കടം വാങ്ങിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് അവർക്കിപ്പോൾ വീടില്ല. അപ്പം അതുകൊണ്ട് തന്നെ വാസുവിന് വീടില്ലാത്തത് കൊണ്ട് ഈ മാത്യുവിൻ്റെ കുടുംബം ആ വീടിൻ്റെ ആധാരം തിരികെ നൽകി അവർക്ക് വീട് തിരികെ കൊടുത്തു എന്ന ഒരു നന്മ കൂടി ഈ കേസിലുണ്ട്. കാരണം കാണാതായ ഒരാളിൻ്റെ വസ്തുക്കളുടെ അവകാശം മക്കൾക്ക് കിട്ടണമെങ്കിൽ അതിന് നിയമത്തിൻ്റെ നൂലാമാലകൾ ഒരുപാടാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ മാത്യുവിൻ്റെ കുടുംബം വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയായിരുന്നു. അപ്പോൾ അയാൾ മരിച്ചതാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി, ഇപ്പം അച്ഛൻ തിരിച്ചു വരില്ല ശരി, എന്നാലും പക്ഷെ അവർ നേരിട്ട കുറേ ബുദ്ധിമുട്ടുകൾക്ക് അറുതിയായി. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ വാസുവിന് അവരുടെ ആധാരവും തിരികെ കൊടുത്തു, അവർക്ക് വീട് തിരികെ കിട്ടി.